സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് ഈശോ ഒരാളുടെ നിർബന്ധപ്രകാരം മകളെ സുഖപ്പെടുത്തുവാനായിട്ട് യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര ചെയ്യുന്ന വേളയിൽ ഒരു സഹോദരി 12 വർഷമായി രക്തസ്രാവവുമായി വിഷമിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുകയും സൗഖ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇത് ഞാനിപ്പോൾ വായിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. ഈ 2 സൗഖ്യവും നടക്കുന്ന സമയം, ഒന്ന് ഈശോ അറിഞ്ഞുകൊണ്ട് സൗഖ്യപ്പെടുത്താൻ പോകുന്നു, 2 ഈശോ അറിയാതെ, അല്ലെങ്കിൽ ഈശോയ്ക്കൊരു സൗഖ്യപ്പെട്ട് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ സൗഖ്യം തുടങ്ങി കഴിയുമ്പോഴാണ് ഈശോയ്ക്ക് മനസ്സിലാകുന്നത് ആരോ എന്നെ തൊട്ടു സുഖപ്പെട്ടു എന്ന്. ഇതുപോലെ നമ്മുടെയും ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടോ? എൻ്റെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തും എന്നൊരു വിശ്വാസം എനിക്ക് നിനക്കുമുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് ഈ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ സൗഖ്യപ്പെടാൻ സാധിക്കും. വിശ്വാസത്തോടുകൂടി അവൻ്റെ നേരെ കരം നീട്ടി, യേശുവെ എന്നെ സ്പർശിക്കണമേ, ഞാനിതാ നിന്നെ സ്പർശിക്കുന്നു, എനിക്ക് കാണുന്നില്ലെങ്കിലും എൻ്റെ മുൻപിൽ നീ ഉണ്ട് എന്ന വലിയ ബോധ്യത്തിൽ ഞാൻ നിന്നെ സ്പർശിക്കുന്നു, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അനുഗ്രഹം ഒഴുകി വരും, സ്വർഗം നിൻ്റെ മേൽ തുറക്കും. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.